ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ നമസ്കാരം വെൽക്കം ടു വിനീസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫ് ഡേ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ ഉന്നം വെച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നടുവിൽ വീട്ടിൽ കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന തുളസി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വലുതായിട്ട് അതിന്ന് ഞാനിങ്ങനെ വിത്ത് കളക്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ 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 ചട്ടികളിൽ ആക്കി വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ആ വിത്ത് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതൊക്കെ കൂടി ഒരു മീഡിയം സൈസ് തുളസിയുടെ ചെടിയുടെ ലെവലിലേക്ക് എത്തിയപ്പോൾ ഞാൻ അതിനെ റീപോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫ് ഡേ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്കൊരു ഓഫ് ഡേ കിട്ടിയപ്പോൾ എല്ലാം അതുപോലെ എല്ലാം സംഭവങ്ങളൊക്കെ ചെയ്ത് ഇട്ടിട്ട് നമ്മൾ റീപോട്ട് ചെയ്തു തുളസികളെല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട്, അതായത് ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ തമ്പനയിലിൽ കണ്ട മാതിരി ബിഗ് ഹാർവെസ്റ്റാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ബാക്ക് യാർഡിൽ തൊടിയിൽ നമ്മുടെ വെജിറ്റബിൾ കൃഷിയിൽ ഒരുപാട് ചൊരക്കയിലും നമ്മൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വിളവെടുപ്പൊന്നും ഇത്ര വലിയ വെയിറ്റുള്ള വിളവെടുപ്പൊന്നും നമ്മൾ ചെയ്തിട്ടേ ഇല്ല ചൊരക്കയിലൊന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് ആ ഒരു ചൊരക്കയുടെ വിളവെടുപ്പ് കിട്ടിയത്. അതിൽ ഒരെണ്ണം ഘനഗംഭീരമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തൊടിയിൽ നടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫ് ഡേയ്സിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടി, ഒരു തോട്ടി ഉണ്ടാക്കി തരാൻ പറ്റുമോ? മഴ പെയ്യുണ്ട്, എനിക്ക് മുരിങ്ങക്കായ വലിക്കാൻ. അല്ല, എനിക്ക് കുളിക്കാൻ പറ്റില്ല. ഒരുപാട് മുരിങ്ങക്കായ. മറ്റേ ശ്രീനിവാസൻ വടക്ക് നോക്കി എൻ്റെ അടുത്തുള്ള ഒരു ഒലക്കം കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു തോട്ടി ഉണ്ടാക്കി തരുന്നേ. ഞാൻ ഈ വലിയ കോല് തരാം, അതിലുമേ ഹാങ്ങർ കിട്ടിയാൽ മതിയോ? എനിക്ക് മുരിങ്ങക്കായ ഒന്ന് വലിക്കാൻ കിട്ടിയാൽ മതി. അല്ലാന്ന് എത്രയാ മുരിങ്ങക്കായ? ആ മരം തന്നെ തൂങ്ങി കായ കൊണ്ട് നിറഞ്ഞിട്ട്. എന്താണ്? ഒരു തോട്ടി ഉണ്ടാക്കി തരൂ കുട്ടിയെ. ഞാനിതാ കോല് തരാം, ഒരു ഹാങ്ങർ വെച്ച് ചുറ്റോ. ഞങ്ങളിവിടെ കൃഷിയിൽ കാണിച്ചു തരട്ടെ ഞാന്? ഇല്ല, കാണണേ. കംപ്ലീറ്റ് തുളസി നമ്മുടെ വിത്ത് വന്നിട്ട് എല്ലാം റെഡിയാക്കി. ഇത് നോക്കൂ, ഒരു പച്ചമുളക് കിട്ടിയിരിക്കാണ്. ഒന്ന് മുരിങ്ങക്കായ വലിച്ച വന്നോ. വൃത്തിയായിട്ട് ഇങ്ങനെ നിക്കുക കുളിച്ച്. ഒന്ന് മുരിങ്ങക്കായ വലിച്ച കുട്ടിയെ. സാമ്പാറങ്ങാൻ കഴിക്കാൻ പറഞ്ഞ. അപ്പോൾ നമ്മളൊരു തോട്ടി ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടെ നമ്മൾ കണ്ണേട്ടനെ കൺവിൻസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ബിക്കോസ് എന്താണ് വെയിൽ മഴ എന്നുള്ളൊരു സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ കണ്ണേട്ടൻ നമുക്ക് ഹാങ്ങറൊക്കെ വെച്ച് തോട്ടിയൊക്കെ ഉണ്ടാക്കി തന്ന് നമ്മൾ മുരിങ്ങക്കായൊക്കെ വലിക്കാൻ തുടങ്ങി. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേൽ എന്ന് പറയുന്ന ഒരു ലീഫാണ്. ഓക്കെ, അപ്പോൾ ഇത് സലാഡിനൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര സൂപ്പറാണ്. കേൽ സാലഡ്സൊക്കെ ഭയങ്കര സൂപ്പറാണ്. അതേമാതിരി തന്നെ എന്താണ് പറയുക, നമ്മുടെ ആഫ്രിക്കൻസ് ഇതിനെ ഉപ്പേരി വെച്ച് കഴിക്കും. നമ്മുടെ സാധാരണ ചീരപ്പേരിയില്ലേ, അതുപോലെ തന്നെ നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. നമ്മുടെ മുട്ടയിട്ട് ചിക്കി വെച്ചാൽ നന്നായിരിക്കും, ഒക്കെ നന്നായിരിക്കും. അപ്പോഴേക്കും പെട്ടെന്ന് മഴ വന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് വെയിൽ വന്നു. അപ്പോൾ വെയിൽ വന്ന സമയത്ത് ഞാൻ തൊടിയിൽ പോയിട്ട് വീണ്ടും ചൊരക്കകൾ ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചൊരക്കകളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇത് നോക്കൂന്നേ, എന്താ ഒരു വലുപ്പമുണ്ടായെന്നൊരു ചൊരയ്ക്ക. അത് മതിലിൻ്റെ അപ്പുറത്തായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഞാൻ അറിഞ്ഞില്ല. അവർ വിളിച്ചിട്ട് കംപ്ലയിൻ്റ് ചെയ്തു, നിങ്ങളുടെ ചൊരയ്ക്ക വന്നിട്ട് 4 എണ്ണം നിൽക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ വലിച്ചിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മതിൽ കേട് വരുമെന്ന് പറഞ്ഞാൽ അവർ കംപ്ലയിൻ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചൊരയ്ക്ക അവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പുറത്തെ സൈഡത്തെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് പല ഷേപ്പിലും സൈസിലുമായിട്ടുള്ള രീതിയിൽ
ക്വാണ്ടിറ്റിയിൽ ചൊരക്കകൾ കിട്ടി. ആൻഡ് അതിലത്തെ ഏറ്റവും ബാഹുബലി ചൊരക്കയായിരുന്നു ഇത് ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു ചൊരക്ക എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോളൂ. മൂന്നെണ്ണം അപ്പുറത്തെ വീട്ടില് മതിലിൽ പോയിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അല്ല, ഇയാളുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ 3 വെജിറ്റബിൾ ഇവിടെ കിടന്നിട്ട് ഞങ്ങളുടെ മതിൽ കേട് വരും, നിങ്ങളത് എടുത്തോളിന്ന്. ഞാൻ അറിഞ്ഞില്ല. ആ ആദ്യത്തെ മഴ പെയ്തില്ലേ, ആ മഴ പെയ്ത സമയത്ത് ഈ സൺഫ്ലവർ ഉണ്ടല്ലോ അങ്ങോട്ട് 2ആയിട്ട് അങ്ങോട്ട് പിളർന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി അത് പിടിക്കുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു ചാൻസും കൂടി നമ്മൾ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അതിനെ നമ്മൾ പിടിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കെട്ടി വെച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല ചന്തമണിയായിട്ട് ഹൈറ്റിൽ, വളരെ ടോൾ ആൻഡ് ബിഗ് ഹൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലൊരു പാടാണെന്ന് പറയില്ലേ, ആരൊരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ചെറിയ സപ്പോർട്ട് തന്നാൽ കൂടിയിട്ട് നമ്മൾ കടപുഴകി ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ അങ്ങോട്ട് ഉയർത്തെണീക്കും എന്നുള്ളതിനൊക്കെ ഉദാഹരണമായിട്ടാണ് നേച്ചർ നമുക്ക് പലതും കാണിച്ചു തരണമെന്ന് പറയില്ലേ, അതിലത്തെ ഒരു ഉദാഹരണമായിരുന്നു ഞാൻ എൻ്റെ സൺഫ്ലവറിനെ കണ്ടത്. ഓൾമോസ്റ്റ് എല്ലാം പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണത്. അതായത് ചെറിയൊരു താങ്ങ് ജീവിതത്തിൽ നമ്മൾ വല്ലാണ്ട്, അതായത് പൊട്ടി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ താങ്ങ് ആരെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഒരു വശാൽ നമ്മൾ അങ്ങോട്ട് വരുമായിരുന്നു എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഗാർഡനിൽ സംഭവിച്ചത്. സൂപ്പറായിട്ട് നല്ല രീതിയിൽ സൺഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സർപ്രൈസ് ഒളിഞ്ഞു കിടക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെന്താ ഒരു പച്ചാന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് മത്തൻ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ ഇതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സന്തോഷമാണ്. ഓരോ ദിവസവും നമ്മൾ പോയിട്ട് ഗാർഡനിൽ നമ്മൾ കാണുന്നത് പുതിയ 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 കാര്യങ്ങളാണ്, ഓരോ റിയാക്ഷൻസ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം അവർ ഇതുപോലെയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. ആ തിരിച്ചു തരുന്നത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ്, ആ ഭൂമി കറക്റ്റായിട്ടുണ്ട്, അവർക്ക് കൊടുക്കുന്ന വെള്ളം കറക്റ്റാണ്, അവരെ സ്നേഹിക്കുന്ന രീതി കറക്റ്റാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവരിപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുന്നുള്ളതാണ് സത്യം. ആ ഭൂമി ദേവി നമുക്ക് അനുഗ്രഹിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും സന്തോഷമാണ്. ഇത്രമാത്രം എന്താണ് പറയുക, അനുഗ്രഹിക്കുന്ന ആ ഒരു ദിവസങ്ങൾ ഓരോ ദിവസവും ആ ഒരു പൂവിടുമ്പോഴും ആ ഒരു കായ വയ്ക്കുമ്പോഴും അതിലൂടെ നമുക്ക് വിളവെടുപ്പ് നമ്മൾ എടുക്കുമ്പോഴും ഓരോ സമയത്തും നമ്മൾ കാണാതെ, അതായത് ചില സമയത്ത് നമ്മൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വശം നോക്കുമ്പോൾ അതൊക്കെ നിറയെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് എടുക്കും. ഇപ്പുറത്ത് കൂടെ പോകുന്ന സമയത്ത് നമുക്ക് വേറെ കാണും. അങ്ങനെ ഓരോ ഘട്ടമായിട്ടുള്ള ലെവലിൽ നിന്ന് നമ്മൾ ഓരോ വശത്തു കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വിളവെടുപ്പ് എടുക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു സ്ട്രെച്ചിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരുപാട് പച്ചമുളകിൻ്റെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഹാർവെസ്റ്റിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പച്ചമുളകിൻ്റെ സൈഡ് താഴ്ന്നിട്ട് വന്നിട്ട് നോക്കിയാൽ മാത്രമേ എത്ര പച്ചമുളക് അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മോൾ വശത്തു കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വിളവെടുപ്പിനായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അറിയും പോലും ചെയ്യില്ല. ആൻഡ് ഇത് തരുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു 4 പച്ചമുളക് ആയിക്കോട്ടെ, എന്നാൽ കൂടിയിട്ട് അത് ഇട്ടിട്ട് അരച്ചിട്ട് നമ്മളൊരു ചട്നി കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ അതാ നോക്കൂ, ഈ മുരിങ്ങക്കായയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തോട്ടി തിരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ മരം അങ്ങോട്ട് താഴാൻ തുടങ്ങിയെന്ന്, കൊമ്പ് അത്രയ്ക്ക് വന്നിട്ട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. നമുക്ക് കയ്യെത്തും ദൂരത്ത് പെറിക്കുന്നതെല്ലാം നമുക്ക് പെറിച്ചെടുക്കാം. പിന്നെ ഇവിടെയൊന്നും ആർക്കും വന്നിട്ട് മുരിങ്ങക്കായ കൊണ്ടൊന്നും സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം ഞാനിതൊക്കെ എടുത്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും. എന്താ കാര്യം വെച്ചാൽ പല കാര്യത്തിനും നമുക്ക് പിന്നീട് കിട്ടാത്തപ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇതപ്പോൾ എന്തൊക്കെ കിട്ടിയിരിക്കണം നോക്കൂ. ഓരോ ട്രിപ്പായിട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ ടേബിളിൽ ഇങ്ങനെ വെക്കുകയാണ്. ഇത്രത്തോളം പച്ചമുളക് കിട്ടി, അതേമാതിരി തന്നെ മുരിങ്ങക്കായ ഇത്രത്തോളം കിട്ടി. നമ്മൾ പെറിച്ച് വെച്ച്
വെച്ചിരുന്ന നമ്മുടെ ആ കെയിലില്ലേ, ആ കെയിൽ നമുക്ക് ഇതാണ് കെയിൽ ലീവ്സ്. ഒരു അയേണിന് ബെസ്റ്റാണ് കെയിൽ ലീവ്സ്. അതേമാതിരി ഉണ്ടച്ചൊരയ്ക്ക നാടൻ ടേസ്റ്റ് കേട്ടോ. അതിങ്ങനെ വെറുതെ മെഴുക്ക് വരട്ടി വെച്ചാലുണ്ടല്ലോ, വെറുതെ വെളിച്ചെണ്ണ തുളിച്ചാൽ എന്താ രുചി അറിയോ. ഒരു കെമിക്കലും നമുക്ക് എന്താണ് പറയുക ഇല്ലാതെ ചെയ്യുന്ന വരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും സന്തോഷമാണ്. അതേമാതിരി തന്നെ കുഞ്ഞി ക്യാബേജ്, ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് അവിടെ പോയിട്ടും ഇവിടെ പോയിട്ടും അവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ഇവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ഉള്ള തക്കാളികൾ, ഇതൊക്കെ ഓരോ സെറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിട്ട് വിടും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ആരൊരാൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് എടുത്തു വെക്കാൻ പറയണോ അവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ ഫ്രീ ആയിട്ട് സാധനം കൊടുക്കുന്നത്, പൈസ വാങ്ങിച്ചൂടെ എന്നൊക്കെ. ഒരു കാലത്ത് ഞാൻ പൈസ വാങ്ങിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ വാങ്ങിയിട്ടല്ല, അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു ആൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യം. ഇത് ഭൂമിദേവി അറിഞ്ഞു തരുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ പൈസയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ചിന്താഗതി എനിക്ക് ആലോചിക്കാനേ വയ്യ. ഇതപ്പോൾ നോക്കൂ, ആ മത്തൻ, അതേമാതിരി തന്നെ അവിടെ വീണ്ടും വേറൊരു ചുരക്കി ഉണ്ടായിരുന്നു. എത്രയാ പച്ചമുളക് എന്നറിയോ, ഇത്ര അധികം പച്ചമുളക്. ഞാനിപ്പോൾ മോരുമുളക് ഇട്ട് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിന് അടിപൊളിയായിട്ട് നമുക്കതിനെ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും അധികം പച്ചമുളക് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് പറയുക വൈറ്റ്സ് കൂടുതലായതുകൊണ്ട് മറ്റേ കമ്മ്യൂണിറ്റിയിലത്തെ പോലെ നമ്മളുടെ പച്ചമുളക് എടുത്ത് കഴിക്കാൻ അങ്ങനെ പച്ചമുളക് ഫാനൊന്നും ആരുമില്ല. ഇങ്ങനെ ഗ്രീൻ ചില്ലീസ് കഴിക്കുന്നവരൊന്നും ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ചോദിക്കും ആൾക്കാരുടെ അടുത്ത് വേണോന്ന്. പക്ഷേ ആർക്കും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ഓഫ് ഡേ, അതേമാതിരി തന്നെ എൻ്റെ മുഴുവൻ ഗാർഡൻ്റെ വിശേഷങ്ങൾ എല്ലാമാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതെല്ലാം ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ പുതിയ വീഡിയോസുമായി വിശേഷങ്ങളുമായി പിന്നീട് നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ എൻ്റെ സന്തോഷം പങ്കുവെച്ചത് ഒരുപാട് സന്തോഷം. അടുത്ത വീഡിയോയിൽ കാണാട്ടുള്ളൂ. ബൈ.